ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ അതെ, രാവിലെ ഒരു 8:30 ആയിട്ടില്ല. ക്ലാസ്സിന് പോവാണ് കേട്ടോ. ഇന്ന് എക്സാമാണ്. അപ്പോൾ ഇന്നത്തോട് കൂടിയിട്ട് അവിടുത്തെ പഠനം തീർന്നിട്ടുണ്ട്. അപ്പോൾ എക്സാമാണ് മാത്രമല്ല, നമ്മുടെ വീടിൻ്റെ അവിടുത്തെ പൂരം കൂടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇന്ന് വരും. അപ്പോൾ ഇന്ന് തന്നെ എക്സാം ആയപ്പോഴൊന്നും ആലോചിച്ച് നോക്ക്, ഇത്രയും ദിവസം ഞാൻ വെറുതെ ക്ലാസ്സിന് പോയിരുന്നു. അന്ന് എക്സാമും ഉണ്ടായില്ല, ഒരു മാങ്ങാത്തൊലി ഉണ്ടായില്ല. ഇന്നാണെങ്കിൽ എക്സാമും പൂരം ഒക്കെ കൂടിയിട്ട് ഒരു ദിവസം. പക്ഷേ എല്ലാവരും കൂടി പൂരം കാണാൻ പറ്റുമോയെന്ന് പോലും അറിയില്ല കേട്ടോ. പൂരം കാണാൻ പറ്റുമോ വെച്ചാൽ ഞാൻ ഇതും കൂടി ചേർത്തിട്ട് വീഡിയോ ഇടുള്ളേ. അപ്പോൾ ചേച്ചിക്കും ഉച്ചയ്ക്ക് ശേഷം വരാൻ പറ്റുള്ളൂ, കാരണം ഉണ്ണിക്ക് എക്സാം ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും എക്സാം ഉണ്ട്, പക്ഷെ അവരൊക്കെ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ വീട്ടിലെത്തും. എൻ്റെ എക്സാമിൻ്റെ കാര്യം എനിക്ക് അറിയില്ല, കാരണം എപ്പോഴാണ് വീട്ടിലെത്താന്ന് പറയാൻ പറ്റില്ല. വരണ സാറിൻ്റെ കയ്യിലാണെല്ലാം. അതിൻ്റെ ടെൻഷൻ എനിക്ക് നല്ലതായിട്ടുണ്ട്. ഇന്നലെയൊക്കെ ഇങ്ങനെ ഉണ്ടാവും എക്സാം, എന്താ ഇപ്പം ചെയ്യുക, വൈവയ്ക്ക് എന്താ ചോദിക്കുക, അങ്ങനെയൊക്കെയുള്ള ചിന്തകളായിരുന്നു. അങ്ങനെ ഓവറായിട്ട് ടെൻഷൻ അടിക്കുന്ന ആളൊന്നല്ല, പക്ഷെ എന്നാലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം, അയ്യോക്ക് ടെൻഷനാകും, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ ഒരു സ്വഭാവമുണ്ട്. പിന്നെ എന്താ, നമ്മുടെ സാറ് വൈവയൊക്കെ ചോദിച്ചിട്ട് വേഗം വിടുകയാണെങ്കിൽ നമുക്ക് നേരത്തെ പോരാ, ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ പോരാ. പ്രാക്ടിക്കൽ എക്സാമാണ്. അപ്പോൾ സാറ് എല്ലാവരും കഴിഞ്ഞിട്ടേ വൈവ ചോദിക്കണുള്ളൂ വെച്ചാൽ ഞാൻ പെട്ടു, പൂരം പോയി, എല്ലാം പോയി. എന്തായാലും നോക്കാം. അപ്പോൾ എക്സാമിൻ്റെ വിശേഷങ്ങളും പൂരം കാണാൻ പോയി അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ നമുക്ക് അപ്പം കാണാം. അപ്പോൾ അത് എക്സാമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് എല്ലാവരും കൂടിയിട്ട് പൂരം കാണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഇതായി നടക്കണത് അമ്മമ്മയാണ്. മുന്നിൽ നടക്കണവരൊക്കെ നമ്മുടെ വീട്ടിലത്തെ ആൾക്കാർ തന്നെയാണ്. അതുപോലെ അവിടെ എത്തി. നമ്മൾ ഈ പാടത്ത് നിന്നിട്ടാണ് കേട്ടോ പൂരം കണ്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ നടന്ന് കാണുന്ന പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഇവിടെ വന്ന് നിന്നിട്ടുണ്ടായിരുന്നു. ഇവിടേക്ക് കുറച്ച് കഴിഞ്ഞാൽ കാഴ്ചകളും നല്ല തിരക്കാവും. പിന്നെ ഈ ബാക്കിൽ കാണുന്നതാണ് ഈ അമ്പലം. ഫ്രണ്ടിൽ ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നാൽ പാടത്തേക്കാണ് എല്ലാ കാഴ്ചകളും വരിക. അപ്പോൾ നമ്മൾ അവിടെ നിന്നിട്ടാണ് കേട്ടോ എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പൂരത്തിൻ്റെ വിശേഷം. പിന്നെ ഏട്ടൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അവനെ വീഡിയോ കോൾ ചെയ്തിട്ട് പകുതി പൂരം അവന് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാവം അവന് വരാൻ പറ്റിയില്ല. അങ്ങനെ എന്തായാലും അടുത്ത കൊല്ലം കൂടാൻ പറ്റുമായിരിക്കും, അറിയില്ല. അപ്പോൾ അവനോടും കുറേ നേരം സംസാരിച്ച് പൂരമൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ വരുമ്പോൾ അതാ ഈ വക ഐറ്റംസൊക്കെ കുറച്ച് മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഏട്ടൻ ഇത് കഴിച്ചു തന്നിട്ടുണ്ടായി, ചേച്ചിയുടെ ഹസ്ബൻഡ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നലെ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തുമ്പോൾ ഏകദേശം 5:30 ആയിട്ടോ. 5:30 കഴിഞ്ഞ് സാറ് വൈവയൊക്കെ ചോദിക്കാൻ നല്ല ലേറ്റാക്കി. ഒരു വണ്ടി വരണ്ടേ. വൈവയൊക്കെ ചോദിക്കാൻ നല്ല ലേറ്റാക്കി സാറ്. അപ്പോൾ എന്നും പോയി വരുന്ന പോലെ ലേറ്റായിട്ടാണ് വന്നത്. അത് കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയിട്ട് ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. രാവിലെ നേരത്തെ പോയല്ലോ, ഒരു 8:15 ആകുമ്പോൾ പോയി വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പം അത്രയും നേരത്തെ ഒന്നും കഴിക്കാൻ തോന്നിയില്ല. പിന്നെ അവിടെ എക്സാമും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ പിന്നെ കഴിച്ചില്ല. ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, ദോശ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ കഴിച്ചില്ല, ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല. വീട്ടിലെത്തി ചോറ് വയറ്റിക്ക് അങ്ങോട്ട് എത്തി. ഫുഡ് കഴിക്കലങ്ങോട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് വയറുവേദന തുടങ്ങി. രാവിലെ തൊട്ടൊന്നും കഴിക്കാതെ പെട്ടെന്ന് അങ്ങ് കഴിച്ചുകൊണ്ടാണോന്ന് അറിയില്ല, നല്ല വയറുവേദന ഉണ്ടായിരുന്നു. സഹിക്കാൻ പറ്റണ ഒരു വയറുവേദന ഉണ്ടായിരുന്നു. എന്നാലും
ഞാൻ കാരണം പൂരം കാണാൻ പോലും മുടങ്ങരുന്നല്ലോ. അപ്പം പിന്നെ അതും വെച്ചുകൊണ്ട് വേഗം ഡ്രസ്സൊക്കെ മാറ്റി റെഡിയായി. കുളിച്ചില്ല, കാരണം അവിടെ പോയി വന്നാൽ എന്തായാലും നല്ല വേർത്തിട്ടല്ലേ വരിക. അപ്പോൾ വന്നിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ റെഡിയായി പോയി. അവിടെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ 6:15 കഴിഞ്ഞ്. അവിടേക്ക് ഏകദേശം ഒരു 15 മിനിറ്റൊക്കെ ഉണ്ട്. 10 മിനിറ്റ് മതി, ഞങ്ങൾ പതുക്കെ നടന്നുകൊണ്ട് 15 മിനിറ്റൊക്കെ എടുത്ത്. പിന്നെന്താ, ഒരു ഭാഗത്ത് നിന്നിട്ട് ഇങ്ങനെ പൂരം കാണുക, അതാണ് പൂരം കാണൽ. അങ്ങനെ നടന്ന് കാണണ പരിപാടിയും കാണിക്കണ പരിപാടിയും ഇല്ല. അതുകൊണ്ട് ഒരു പാടത്തിൻ്റെ സൈഡിൽ നിന്നു. അവിടേക്ക് തന്നെ എല്ലാ കാഴ്ചകളും വരിക. അപ്പം കുറേയൊക്കെ കണ്ടു. ഒരു 8:15 ആകുമ്പോൾ നമ്മൾ പൂരപ്പറമ്പിൽ നിന്ന് പോന്നു. ഐസ്ക്രീം കഴിച്ചു, പിന്നെ ചില്ലി ഗോപിയ ആ സംഭവം കഴിച്ചു. അത് കഴിച്ച് പിന്നെന്താ അങ്ങനെ പിന്നെ വീട്ടിലെത്തി. വീണ്ടും ഫുഡ് കഴിക്കാതെ വീടിൻ്റെ അടുത്ത് ഗ്രൗണ്ടിൽ കളി ഉണ്ടായിരുന്നു. ചേച്ചിമാരൊക്കെ കൈകൊട്ടിക്കളി, നമ്മുടെ കസിന് ഹൃദയൊക്കെ ഉണ്ട്. അപ്പോൾ അവളുടെ ഡാൻസിൻ്റെ ക്ലിപ്പ് ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഡാൻസൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നല്ല ലേറ്റായി, 11:30 കഴിഞ്ഞു. കുട്ടികളുടെ 2 ഡാൻസും കൂടി ഉണ്ടായിരുന്നേ. അങ്ങനെ ഡാൻസ് കഴിഞ്ഞൊരു 11:30-12 മണി ആവാറായി വീട്ടിലെത്തിയിട്ട്. പിന്നെ കുളിച്ച് ഫ്രഷായി ഫുഡൊക്കെ കഴിച്ച് കിടന്നപ്പോഴേക്കും 1 മണിക്കടുത്ത് സമയമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു വണ്ടി വരുന്നുണ്ട്. അങ്ങനെ പിന്നെ ഗ്രൂപ്പൊക്കെ നോക്കിയപ്പോഴാണ് കണ്ടത് നമ്മളുടെ എക്സാം എഴുതിയ ഹോൾ ടിക്കറ്റ് അവിടെ ഏൽപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കൊണ്ടുകൊടുക്കാനാണ് ഇപ്പോൾ നമ്മളെന്നും പോണ സമയത്ത് വീണ്ടും പോവുകയാണ്. ഞാൻ വിചാരിച്ചു ഇനി പോകേണ്ടി വരില്ല, ഇനിയിപ്പോൾ സർട്ടിഫിക്കറ്റൊക്കെ മേടിക്കാൻ പോയാൽ മതി എന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, അത് കൊണ്ടുകൊടുക്കാനൊന്നും പോകണം. അപ്പോൾ അത് കൊണ്ടുകൊടുക്കാനാണ് ഈ ഉച്ചയ്ക്ക് പോണത്. അപ്പോൾ പൂരത്തിൻ്റെ വിശേഷങ്ങളും എക്സാമിൻ്റെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. എപ്പോഴും പറയണ പോലെ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. ടാറ്റാ.